നമ്മൾ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോയത്. വാ നോക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീഫ്, പുളി, മഞ്ഞൾപ്പൊടി, മല്ലി, മുളക് പൊടി. ആദ്യം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. സ്റ്റവ് ഓൺ ചെയ്യുക. ആദ്യം ചെറിയ ഉള്ളി ഇടുക. എന്നിട്ട് വെളുത്തുള്ളി ഇടുക. ജിഞ്ചർ ഇടുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകുക. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം. അത് ഏതെന്നൊക്കെ പറയാം. ആദ്യം പുളി. അതിൻ്റെ വീണ്ടും വഴറ്റുക. പിന്നെ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലി, ഇനി മുളക് പൊടി, വേണമെങ്കിൽ കുരുമുളക് നിങ്ങൾക്കിടാം. ഇനി വീണ്ടും വഴറ്റുക. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇടുക. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് ആകുന്നത് വരെ ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇനി കുറച്ച് കടുവും കരിവേപ്പിലയും ഇടുക. ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് എടുത്ത് ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഈ രുചിക്കനുസരിച്ച്. ഇത്രയും തിക്നെസ് മതി. നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിടുക. ഇത് നമ്മളിവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ടാറ്റാ.